ഇവിടെ ഒരു നോർത്തിലൊരു CI ഉണ്ട്. അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും കമ്മ്യൂണിസ്റ്റുകാരോടും കാണിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് താക്കീതായി പറയാനുള്ളത്. അതൊന്നും വേണ്ട. മാന്യതയാണെങ്കിൽ അധിക മാന്യത കാണിക്കുന്നവരാ ഞങ്ങൾ. മാന്യത വിട്ടാൽ നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ട് ഞങ്ങൾ. അതിലൊന്നും യാതൊരു പേടിയും വേണ്ട. അതിലൊരിക്കലും പേടിക്കൂല. ഇതൊക്കെ കണ്ടും അനുഭവിച്ചും നിന്നെക്കാളും ശക്തിയും കരുത്തുമുള്ള ഒരുപാട് പോലീസുകാരെ നേരിട്ടുമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ആരുടെയാണ് പ്രസംഗം? പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി സുരേഷിൻ്റെയാണ് പ്രസംഗം. ഇത് പ്രസംഗം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയതിനെ പറ്റി ഉള്ള പ്രതിഷേധ യോഗത്തിൽ ഭീഷണിയാണ്. ഒരു പോലീസ് സംവിധാനത്തെ, അതിലെ പോലീസുകാരെ ഭീഷണിപ്പെടുത്തുവാണ്. എന്താണ് സുരേഷ് പറയുന്നത്? എന്താണ് നിങ്ങൾ കേട്ടതാ? സുരേഷ് പറഞ്ഞത് നിന്റെ നെഞ്ചത്ത് കയറി താളം ചവിട്ടും എന്നുള്ളതൊക്കെയാണ് സുരേഷ് പറയുന്നത്. ഒരു പോലീസുകാരന് വലിയ ചൊറിച്ചിലാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സുരേഷ് പറയുന്നത്. സുരേഷ്, നിങ്ങളുടെ ചൊറിച്ചിലിന് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നാട്ടുകാർ നിങ്ങളുടെ നെഞ്ചത്ത് കയറി പൊങ്കാല ഇടുകയാണോ വേണ്ടേ? ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചൊറിച്ചിലുള്ളത് ഇവിടുത്തെ CPMമാർക്കാണ്. ഏറ്റവും കൂടുതൽ ഗുണ്ടായിസം ഉള്ളത് ഇവിടുത്തെ CPMമാർക്കാണ്. എന്താണ് നാട്ടിലെ ജനങ്ങൾ ചെയ്യേണ്ടത്? നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടിയാണ് നിങ്ങളെ 35 സീറ്റിലേക്ക് ഒതുക്കി നിയമസഭയുടെ മൂലയ്ക്കാക്കി എന്നുള്ളതും ഇന്ത്യയിൽ ഒരിടത്തും ഭരണം കിട്ടാത്ത രീതിയിൽ നിങ്ങൾക്കാക്കി എന്നുള്ളതാണ് ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇങ്ങനെ വന്നിരുന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് എത്ര ഭീഷണികളായി? ഈ ED റെയ്ഡിനെ ചുറ്റിപ്പറ്റി EDയുടെ വാഹനം അടിച്ച് തകർത്ത കേസിൽ എത്ര പേര് പ്രതികളായി? അതിനുശേഷമുള്ള കോഴിക്കോടും കണ്ണൂരും സംഘടിച്ചതിനും കലാപാഹ്വാനത്തിനും എത്ര പേര് ജയിലിലായി എന്നുള്ളത് സുരേഷ് പരിശോധിച്ച് നോക്കുക. സുരേഷിൻ്റെതാ ഈ ഒരു പ്രസംഗം മതി. സുരേഷ് ഒരു ജനത്തിൻ്റെ പ്രതിനിധിയാണ്, ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. സുരേഷ് വന്ന് നിന്ന് ഭീഷണിപ്പെടുത്തുവാണ് പോലീസുകാരൻ്റെ നെഞ്ചത്ത് കയറി താളം ചവിട്ടുമെന്നുള്ളത്. സുരേഷ് എന്തിനാണ് ഇങ്ങനെ വിപ്ലവ പ്രസംഗം നടത്തി പാവപ്പെട്ട ചെറുപ്പക്കാരെ ഇളക്കി വിടുന്നത്? സുരേഷ് ഒരു കാര്യം ചെയ്യും. സുരേഷ് നേരെ അങ്ങ് ചെന്ന് പോലീസുകാരുടെ നെഞ്ചത്ത് കയറി അങ്ങ് സുരേഷിൻ്റെ പേരിൽ കേസ് ഏറ്റുവാങ്ങ്. എന്തിനാണ് പാവം പിടിച്ച പിള്ളേരെയും പാവം പിടിച്ച വീട്ടിലെ ഗൃഹനാഥന്മാരെയും വിപ്ലവം കുത്തിക്കയറ്റി റോഡിലേക്ക് ഇറക്കി അവരെ രക്തസാക്ഷികളാക്കാൻ നോക്കുന്നതും അവർക്കെതിരെ കേസെടുപ്പിക്കാനായിട്ട് നോക്കുന്നത് എന്തിനാ? സുരേഷ് സ്വന്തമായിട്ട് അങ്ങ് ചെയ്യുന്നേ. സുരേഷിൻ്റെ വീട്ടിൽ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ സുരേഷിൻ്റെ മക്കളെ കൊണ്ടങ്ങ് ഇറങ്ങ്. പോലീസുകാരുടെ നെഞ്ചത്തോട്ടും നാട്ടുകാരുടെ നെഞ്ചത്തോട്ടും സുരേഷ് അങ്ങ് ഇറങ്ങ്. അല്ലെന്നുണ്ടെങ്കിൽ സുരേഷിൻ്റെ കുടുംബത്തിൽ നിന്ന് ആൾക്കാരെ ഇറക്ക്. എന്തിനാണ് ഈ പാവം പിടിച്ച ആൾക്കാരെ ഇറക്കുന്നത്? എന്തിനാ? നിൻ്റെയൊക്കെ സ്ഥിരം പരിപാടി ഇതാണ്. CPMകാരൻ്റെ സ്ഥിരം പരിപാടിയാണ്. തിരുവനന്തപുരത്ത് റഹീം കുറച്ച് ദിവസം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറേ ദിവസം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. CRPFകാർക്കെതിരെ സംഘടിതമായിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് ഈ പറയുന്ന മണ്ടന്മാരെ ഇളക്കി വിട്ട് ഒരു വെടിയെങ്കിലും കൊണ്ട് ഒരുത്തനെങ്കിലും ചത്തിരുന്നു എന്നുണ്ടെങ്കിൽ അവനെ പൊക്കിക്കൊണ്ട് രക്തസാക്ഷിയാക്കാൻ വേണ്ടിയിട്ട് പണ്ടും തോക്കുധാരികളായിട്ടുള്ള പോലീസുകാരുടെ മുമ്പിലേക്ക് പാവം ചെറുപ്പക്കാരെ തള്ളിവിട്ട് വിപ്ലവം കുത്തിക്കയറ്റി തള്ളിവിട്ട് രക്തസാക്ഷികളെ ഉണ്ടാക്കിയ ചരിത്രമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആ രക്തസാക്ഷികളെ ഉണ്ടാക്കിയിട്ട് എന്ത് വിഷയത്തിൻ്റെ പേരിലാണോ നിങ്ങൾ സമരം നടത്തിയത്, സത്യാഗ്രഹം നടത്തിയത്, ആ വിഷയത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ഇപ്പോൾ വീണ്ടും നിങ്ങൾ അതിനോട് സഹകരിച്ചു പോകുന്ന അതിൻ്റെ ഏറ്റവും അടുത്ത വക്താക്കളാണ്. ഞാൻ പറയുന്ന സർവകലാശാലകൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെ പറ്റിയുള്ള സമരമായിരുന്നു. അതിൽ വെടികൊണ്ട് മരിച്ചുപോയവർ എത്ര പേരാണെന്നുള്ളതും രക്തസാക്ഷികൾ എത്ര പേരാണെന്നുള്ളതും ജീവിച്ചിരുന്ന ഒരു രക്തസാക്ഷി വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭരണം നഷ്ടപ്പെട്ട് തോറ്റു തുന്നം പാടിയിരിക്കുന്ന CPM പാർട്ടി രക്തസാക്ഷികളെ ഉണ്ടാക്കി അവരിലൂടെ ഭരണത്തെ അട്ടിമറിക്കാൻ നോക്കുന്ന ശ്രമങ്ങളൊന്നും കേരളത്തിൽ ഇനി വിലപ്പോവില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അത്യാവശ്യം വിവരമുണ്ട്. ഈ പറയുന്ന 100% ലിറ്ററസി എന്ന് ചുമ്മാതെ പറയുന്നതല്ല. അതിനകത്ത് ഈ 100% ലിറ്ററസി ഉള്ളതിൽ കുറേ അന്തംഗമ്മികൾ ഒഴിച്ചാൽ ബാക്കി കേരളത്തിലെ ജനങ്ങൾ വളരെ ബുദ്ധിപരമായി കാര്യങ്ങളെ കാണുന്നവരാണ്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇനി നിങ്ങളുടെ ഒരു പുട്ടുകച്ചവടം നടക്കത്തൊന്നുമില്ല. നിങ്ങളുടെ ഈ പറയുന്ന വിപ്ലവം കേട്ട് ഇറങ്ങി ജീവിതം തുലയ്ക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ടാവും, കുറച്ച് ആൾക്കാരുണ്ടാവും. അവരോട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വിപ്ലവം ഇവിടെ ചിലവാവില്ല, ഇത് വിലപ്പോവില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പം സുരേഷ് മാതൃക കാണിക്കണം. പോലീസുകാരൻ്റെ നെഞ്ചത്ത് ചവിട്ടാൻ സുരേഷ് ആദ്യം ഇറങ്ങണം. ആദ്യത്തെ കേസ് വരുന്നത് സുരേഷിൻ്റെ പേരിലായിരിക്കണം. അല്ലാതെ തിരുവനന്തപുരത്തെ കണക്ക് പാവ അണികളെ തള്ളിവിട്ട് എല്ലാവരുടെയും പേരിൽ മറ്റേ ജാമ്യമില്ലാത്ത വകുപ്പ് ഉൾപ്പെടെ കേസെടുപ്പിച്ചിട്ട് നേതാക്കന്മാരെല്ലാം സൈഡിൽ കൂടെ അങ്ങ് മുങ്ങി. എന്നിട്ട് പറഞ്ഞെന്താ? ഇത് അക്രമമല്ല, ഇത് അക്രമമേ അല്ല. ഇവനെതിരെയൊക്കെയായിരുന്നു ആദ്യം കേസെടുക്കേണ്ടത്. അവിടെ വിളിച്ചുകൂട്ടിയ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത പരുവത്തിലാക്കിയ മുൻ MLAമാരും മുൻ മന്ത്രിമാരും പാർട്ടി നേതാക്കന്മാരും ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെയായിരുന്നു കേസെടുക്കേണ്ടത്. എപ്പോഴും നേതാക്കന്മാർ കേസിലൊന്നും ഉൾപ്പെടാതെ ഒഴിഞ്ഞു പോകുമല്ലോ. രക്തസാക്ഷിയാവുന്നതും ഇതിലെല്ലാം പെട്ടുപോകുന്നതും സാധാരണക്കാരൻ്റെ വീട്ടിലെ ചെറുപ്പക്കാരും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത വീട്ടിലെ ആളുകളാണല്ലോ എപ്പോഴും രക്തസാക്ഷികളാവുന്നത്. എന്നിട്ട് ഈ പറയുന്ന കണക്ക് 5-6 കോടി പിരിച്ചിട്ട് 1 കോടി രൂപയ്ക്ക് ഒരു വീടും വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണം നടത്തി അതവിടെ ഒതുക്കും. പോയത് ആർക്ക് പോയി? അവൻ്റെ വീട്ടുകാർക്ക് പോയി. അപ്പോൾ ഇവൻ്റെയൊക്കെ വിപ്ലവ പ്രസംഗം കേട്ടിട്ട് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ചെറുപ്പക്കാർ ചിന്തിക്കുക, ഇനിയെങ്കിലും ചിന്തിക്കുക.